വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ വരുന്ന അഡ്രസ്സിംഗ് മോഡ്സ് എന്ന പാർട്ടാണ്. അപ്പോൾ എന്താണ് അഡ്രസ്സിംഗ് മോഡ്സ്? അഡ്രസ്സിംഗ് മോഡ്സ് റെഫർ ടു ദി വേരിയസ് വേസ് ഇൻ വിച്ച് എ കമ്പ്യൂട്ടർ പ്രൊസസ്സർ ക്യാൻ ആക്സസ് ഓപ്പറൻസ് ഫോർ ആൻ ഇൻസ്ട്രക്ഷൻ. അതായത് നമുക്കൊരു കമ്പ്യൂട്ടർ പ്രൊസസ്സറിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസ്ട്രക്ഷൻ മീൻസ് ഇറ്റ്സ് എ കമാൻഡ്. എന്താണോ പെർഫോം ചെയ്യേണ്ടത് ആ ഒരു കമാൻഡ് അതാണ്, അല്ലെങ്കിൽ ഒരു ഓർഡർ, അതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ആക്സസ് ചെയ്യേണ്ട ഓപ്പറൻഡ് അത് ഏത് രീതിയിലാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് അഡ്രസ്സിംഗ് മോഡ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ഓക്കെ, എൻ ഓപ്പറൻഡ് ഈസ് ടിപ്പിക്കലി എ ഡാറ്റ ഐറ്റം അപ്പോൺ വിച്ച് എൻ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്. അതായത് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള ഡാറ്റ ഐറ്റം, അതിനെയാണ് നമ്മൾ ടിപ്പിക്കലി എന്തായിട്ട് പറയുന്നത്, ഓപ്പറൻഡ് എന്ന് പറയുന്നത്. ഇനി ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഓപ്പറൻഡിൽ ഓപ്പ് കോഡിൽ പറയുന്നത്. Then the addressing mode determines how the instruction identify the operand of each instruction. അതായത് എങ്ങനെ ഒരു ഓപ്പറൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതാണ് അഡ്രസ്സിംഗ് മോഡ്സ്. There are different types of addressing modes. Here 11 types of addressing modes ആണ് നമ്മൾ പറയുന്നത്. Implied or implicit addressing mode, immediate addressing mode, direct addressing mode, indirect addressing mode, register direct, register indirect, relative, indexed, base register, auto increment and auto decrement. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ, ഇംപ്ലൈഡ് ഓർ ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the definition of the instruction itself specifies the operand implicitly. അതായത് ഇംപ്ലിസിറ്റ്ലി തന്നെ നമ്മളത് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് കൺസിസ്റ്റ് ഓഫ് എൻ ഓപ്പ് കോഡ് വിത്തൗട്ട് എൻ ഓപ്പറൻഡ്. അവിടെ ഒരു ഓപ്പ് കോഡ് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ, എങ്കിൽ നമുക്ക് ആ ഒരു ഓപ്പ് കോഡ് മാത്രമാണ് നമ്മളവിടെ പറയുന്നത്. ദെൻ റിക്വയർഡ് ഡാറ്റ ആൻഡ് ഡെസ്റ്റിനേഷൻ ലൈസ് വിത്തിൻ ദി ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ്. ഇൻക്രിമെൻറ്റ് അക്യുമുലേറ്റർ, കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ ആണ് എക്സാമ്പിൾസ്. അപ്പോൾ ഇവിടെ ഇതൊരു സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് കൂടി നമുക്കിതിനെ പറയാൻ വേണ്ടി പറ്റും. എന്താണ് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ? കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു ഇവിടെ അഡ്രസ് പാർട്ടിൽ നമ്മൾ ഓപ്പ് കോഡിൻ്റെ പാർട്ട് മാത്രമേ ഉള്ളൂ, അഡ്രസ് പാർട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് കൂടി നമുക്ക് ഇതിനെ പറയാം. ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിനെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ്, ഇത് മാത്രമല്ല CLC, അതുപോലെ ഡിഫറെൻറ്റ് അതർ കമ്പാരിസണിൽ വരുന്നത് അക്യുമുലേറ്ററുമായിട്ട് ഡയറക്റ്റ് ബന്ധം വരുന്നത് സ്റ്റാക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്റ്റാക്കിൽ വരുന്ന ഓപ്പറേഷൻസൊക്കെ നമുക്കിതിൽ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ദ ഓപ്പറൻഡ് ഈസ് സ്പെസിഫൈഡ് എക്സ്പ്ലിസിറ്റ്ലി ഇൻ ദ ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ ഇംപ്ലിസിറ്റ്ലി ആണ് നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്തിരുന്നത്, ഓപ്പറൻറ്റിനെ സ്പെസിഫൈ ചെയ്തിരുന്നത്. ഇവിടെ ഓപ്പറൻറ്റ് ഫീൽഡ് കണ്ടെയ്ൻസ് ഓപ്പറൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ് ഫീൽഡ്. അപ്പോൾ അവിടെ അഡ്രസ് ഫീൽഡ് ഓപ്പറൻറ്റ് തന്നെയാണുള്ളത്, അതിൻ്റെ ഡയറക്റ്റ് വാല്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിന് എക്സാമ്പിളാണ് ആഡ് R1 #10. ദാറ്റ് മീൻസ് ഓപ്പറൻറ്റ് 10 ഈസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ഇൻ ദി ഇൻസ്ട്രക്ഷൻസ്. So that we can use this to initialize the registers to a constant value. ഇവിടെ ഒരു ഓപ്പറൻറ്റും ഓപ്പ് കോഡും ഉണ്ട്. ഇപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൂവ് അസംബ്ലി കോഡൊക്കെ പറയുന്ന സമയത്ത് പറയാറുണ്ട് മൂവ് AL, 35H എന്നാണെങ്കിൽ നമുക്ക് ഈ 35H എന്നുള്ളതിന് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് മൂവ് ചെയ്യിക്കാം, ALലേക്ക് മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എന്ത്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അതായത് നമ്മൾ അഡ്രസ്സ് അല്ല, ഡയറക്റ്റ് വാല്യൂ തന്നെയാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് മീൻസ് ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ contains the effective address of the operand. Only one reference to memory is required to fetch the operand. And it is also known as absolute addressing mode. അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന് പറയുന്ന മറ്റൊരു പേരാണ് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ് ഫീൽഡ് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, എഫക്റ്റീവ് അഡ്രസ്സാണ് കൊടുക്കുന്നത്. എന്താണ് എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഏതാണോ ഒരു ഓപ്പറൻറ്റ്
അപ്പോൾ ആ ഒരു ഓപ്പറൻറ്റിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ആഡിങ് എൻ കോമ്പിനേഷൻ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു അഡ്രസ് ഫീൽഡാണ് അവിടെ കൊടുക്കുന്നത്, ഓപ്പറൻറ്റിൻ്റെ അഡ്രസ് ഫീൽഡാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയാം. ഈ എഫക്റ്റീവ് അഡ്രസ്സാണ് നമ്മൾ അഡ്രസ് ഫീൽഡ് കൊടുക്കുന്നതെങ്കിൽ അതാണ് ഡയറക്റ്റീവ് അഡ്രസ്സിംഗ് മോഡ്. അതായത് നമുക്കൊരു മെമ്മറിയിൽ 100 എന്ന് പറയുന്നൊരു ലൊക്കേഷനിലാണ് നമ്മുടെ വാല്യൂ ഇരിക്കുന്നത് എങ്കിൽ ആ 100 ആയിരിക്കും നമ്മൾ ഓപ്പറൻറ്റിൻ്റെ അഡ്രസ് ഫീൽഡിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 100ൻ്റെ ആ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് പോയി അവിടുത്തെ വാല്യൂ എടുത്തിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ ആഡ് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇടുന്നത്, $100 എന്ന് ഇട്ട് കഴിഞ്ഞാൽ അവിടെ $100 എന്ന് പറയുമ്പോൾ 100 അഡ്രസ് ലൊക്കേഷനിൽ പോയി അവിടെയുള്ള വാല്യൂ ഏതുമായിട്ടാണ് ആഡ് ചെയ്യുന്നത്, അക്യുമുലേറ്ററായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വേറൊരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ അപ്പം ആഡ് AL, 30 എന്നാണെങ്കിൽ 30 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള വാല്യൂ, ആ വാല്യൂ ഏതുമായിട്ട് ആഡ് ചെയ്യുന്നു, ALുമായിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് കണ്ടൻസ് ഓഫ് ഓഫ്സെറ്റ് അഡ്രസ് ടു AL, അതാണ് ഇവിടെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡിൽ നമ്മുടെ അഡ്രസ് ഫീൽഡിൽ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു, എഫക്റ്റീവ് അഡ്രസ് ആയിരുന്നു. ദെൻ ഹിയർ ഇൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ദ അഡ്രസ്സിംഗ് ഫീൽഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ്. സോ 2 references to memory are required to fetch the operand. ഡയറക്റ്റിൽ ഓപ്പറൻറ്റിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സാണ് കൊടുത്തത് എങ്കിൽ ഇൻഡയറക്റ്റ്ലി എഫക്റ്റീവ് അഡ്രസ്സ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആഡ് നമ്മളിവിടെ 2 സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കും, കാരണം 100 എന്ന് പറയുന്നത് അഡ്രസ്സാണ്, എഫക്റ്റീവ് അഡ്രസ്സിൻ്റെ ലൊക്കേഷനാണ്. അത് വീണ്ടും അതിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, അഡ്രസ് ഫീൽഡ്. ഇപ്പോൾ 100 എന്ന് കൊടുത്തു. ഓക്കെ, 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെമ്മറിയിൽ 100ലേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നതാണ് എന്ത്, എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ആക്ച്വൽ ഓപ്പറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്രസ് ഫീൽഡിൽ എന്താണുള്ളത്, എഫക്റ്റീവ് അഡ്രസ്സിൻ്റെ അഡ്രസ്സാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 റെഫറൻസ് ഉണ്ട്. ഫസ്റ്റ് റെഫറൻസ് ടു എഫക്റ്റീവ് അഡ്രസ്, സെക്കൻഡ് റെഫറൻസ് ടു ഡാറ്റ. ഓക്കെ, ഫസ്റ്റ് റെഫറൻസ് ടു എഫക്റ്റീവ് അഡ്രസ്, സെക്കൻഡ് റെഫറൻസ് ടു ഡാറ്റ. Next one, register direct addressing mode. The operand is contained in a register set. The address field of the instruction refers to a CPU register that contains the operand. അപ്പോൾ ഇവിടെ നമ്മുടെ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ കേസിൽ നമ്മൾ മെമ്മറിയാണ് പറഞ്ഞതെങ്കിൽ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ അവിടെ ഒരു രജിസ്റ്റർ സെറ്റാണ്, ആ രജിസ്റ്റർ സെറ്റിലാണ് നമ്മുടെ ഓപ്പറൻറ്റ് ഇരിക്കുന്നത്. ദെൻ ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, CPU രജിസ്റ്ററാണ്. ഓക്കെ, ദെൻ നോ റെഫറൻസ് ടു മെമ്മറി ഈസ് റിക്വയർഡ് ടു ഫെച്ച് ദ ഓപ്പറൻറ്റ്. ഇവിടെ രജിസ്റ്റർ ഡയറക്റ്റിലാവുന്ന സമയത്ത് നമുക്ക് മെമ്മറി റെഫറൻസ് ഒന്നും അവിടെ വരുന്നില്ല. സിമിലർ ടു ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇറ്റ് റെഫേഴ്സ് ടു CPU രജിസ്റ്റർ ഇൻസ്റ്റെഡ് ഓഫ് മെമ്മറി. അപ്പോൾ ഇവിടെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്, രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന് സിമിലർ ആണ്. എന്തുമാത്രമാണ് ഡിഫറൻസ് വരുന്നത്, ഇവിടെ CPU രജിസ്റ്ററാണ്, നമുക്ക് മെമ്മറിയിലേക്കുള്ള ഒരു റെഫറൻസ് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ബോത്ത് ഡയറക്റ്റ് ആൻഡ് രജിസ്റ്റർ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ടു ആക്സസ് സ്റ്റാറ്റിക് ഡാറ്റ ആൻഡ് ഇംപ്ലിമെൻറ്റ് വേരിയബിൾസ്. ഇപ്പോൾ ഇവിടെ R1 എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത്, നമ്മുടെ അഡ്രസ് ഫീൽഡിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ രജിസ്റ്റർ സെറ്റിൽ R1ൽ എന്താണോ വാല്യൂ വരുന്നത് ആ വാല്യൂ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഡ് R1 ആണെങ്കിൽ R1 എന്ന് പറയുന്ന രജിസ്റ്റർ സെറ്റിലേക്ക് R1 എന്നുള്ള ലൊക്കേഷനിൽ പോയി ആ വാല്യൂ ആണ് അക്യുമുലേറ്ററിലേക്ക് ആഡ് ചെയ്ത് വരുന്നത്. Then register indirect addressing mode. The address field of the instruction refers to a CPU register that contains the effective address of the operand. ഇപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്തുണ്ട്, ഇവിടെ
രജിസ്റ്റർ സെറ്റ് ഉണ്ട്. ആ രജിസ്റ്റർ സെറ്റിൽ ഉള്ളത് എഫക്റ്റീവ് അഡ്രസ്സിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, ദെൻ ആ എഫക്റ്റീവ് അഡ്രസ്സാണ് രജിസ്റ്റർ സെറ്റിൽ കിടക്കുന്നത് ഓപ്പറൻറ്റിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ മെമ്മറി റെഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നതും രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നതും സെയിം ആണ്. എന്തുമാത്രമാണ് ഡിഫറൻസ് വരുന്നത്? ഒരു രജിസ്റ്റർ സെറ്റ് കൂടി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിലുണ്ട് എന്നുള്ളതാണ്. സോ ബോത്ത് യൂസ് ടു ഇംപ്ലിമെൻറ്റ് പോയിൻറ്റേഴ്സ്. കാരണം ഇവിടെ ഒരു പോയിൻറ്റർ ഉണ്ട് അല്ലേ? ബിക്കോസ് പോയിൻറ്റേഴ്സ് ആർ മെമ്മറി ലൊക്കേഷൻസ് ദാറ്റ് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് ദി അനദർ വേരിയബിൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോയിൻറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോയിൻറ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം? ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, അതുപോലെ തന്നെ രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ R1 എന്താ ഉള്ളത്? ഓപ്പറൻറ്റിൻ്റെ അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സാണുള്ളത്. 250 എന്ന് പറയുന്ന എഫക്റ്റീവ് അഡ്രസ്സാണ് രജിസ്റ്റർ സെറ്റിലിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ മെമ്മറി ലൊക്കേഷനിലേക്ക് പോയി ആ 250 വാല്യൂ ആണ് നമ്മൾ 250 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ്. എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ദ കണ്ടൻറ്റ് ഓഫ് ദി പ്രോഗ്രാം കൗണ്ടർ വിത്ത് ദി അഡ്രസ് ഫീൽഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ. അപ്പം റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ഡയറക്ട്ലി റിലേറ്റഡ് ടു PC, അതായത് പ്രോഗ്രാം കൗണ്ടർ, അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അതാണ് നമ്മുടെ PC-യിൽ ഇരിക്കുന്നത്, അതായത് പ്രോഗ്രാം കൗണ്ടറിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് അഡ്രസ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫക്റ്റീവ് അഡ്രസ് ഈസ് ഈക്വൽ ടു കണ്ടൻറ്റ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ പ്ലസ് അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അഡ്രസ് പാർട്ടിൽ എന്താണോ ഇരിക്കുന്നത് അത് പ്ലസ് പ്രോഗ്രാം കൗണ്ടറിലുള്ള വാല്യൂ. ഓക്കെ, ഈ രണ്ട് വാല്യൂയുടെ കൂടിയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ ഓപ്പറൻറ്റ് ഇരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രോഗ്രാം റീലൊക്കേഷൻ അറ്റ് എ റൺ ടൈം ആൻഡ് ടു ചേഞ്ച് ദ നോർമൽ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ്. സിൻസ് ഇറ്റ് ഡയറക്ട്ലി അപ്ഡേറ്റ്സ് ദി പ്രോഗ്രാം കൗണ്ടർ ഇറ്റ് യൂസസ് ഫോർ ബ്രാഞ്ച് ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷൻസിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെമ്മറി ലൊക്കേഷനിലാവണമെന്നില്ല. അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് എപ്പോഴും നമുക്ക് അഡ്രസ് ഫീൽഡിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത്തരം കേസിലാണ് നമ്മൾ എന്താണോ നമ്മുടെ അഡ്രസ് ഫീൽഡിലിരിക്കുന്നത് അത് പ്ലസ് പ്രോഗ്രാം കൗണ്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ജമ്പ് ഇൻസ്ട്രക്ഷനൊക്കെ പറയുന്ന സമയത്ത് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയാണുള്ളത് അതിൻ്റെ കൂടെ ആ പ്രോഗ്രാം കൗണ്ടറിലുള്ള വാല്യൂ, അത്തരത്തിൽ അത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് കണക്ട് ചെയ്യുക? പ്രോഗ്രാം കൗണ്ടറുമായിട്ട് കണക്ട് ചെയ്യുക. കാരണം ഇനിയും നമ്മൾ അഡ്രസ്സിങ് മോഡ്സ് പഠിക്കാനുണ്ട്, ഇതുപോലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കേസ്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡാണ്. അപ്പോൾ ഇൻഡെക്സ്ഡ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ദി അഡ്രസ് ഓഫ് ദ content of the index register with the address field of the instruction. അതായത് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ കൂടെ എന്താഡ് ചെയ്യും? നമ്മൾ അഡ്രസ് ഫീൽഡിലെ വാല്യൂ ആഡ് ചെയ്യും. അതാണ് നമ്മുടെ ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡ്. അപ്പോൾ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് രജിസ്റ്റർ ആണ്. ഇൻഡെക്സ് രജിസ്റ്റർ പ്ലസ് അഡ്രസ് ഫീൽഡ്. റിലേറ്റീവ് ആകുമ്പോൾ PC പ്ലസ് അഡ്രസ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻഡെക്സ് രജിസ്റ്ററിൽ എന്താണോ കിടക്കുന്നത് അവിടെ ഒരു രജിസ്റ്റർ സെറ്റിലുള്ള R1 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അതിൻ്റെ ആ R1 വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ പ്ലസ് അഡ്രസ് ഫീൽഡിലുള്ള വാല്യൂ, അത് രണ്ടും കൂടെ ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ യൂസ് ദിസ് ഫോർ അറേ ഇംപ്ലിമെൻറ്റേഷൻ ഓർ അറേ അഡ്രസ്സിങ്. അറേ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇത്തരത്തിൽ ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യാം. ഇത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ മൂവ് തന്നെ നമ്മൾ യൂസ് ചെയ്യാം. മൂവ് AX എന്ന് പറയുന്ന രജിസ്റ്റർ ആണെങ്കിൽ AX, ഇൻഡെക്സ് രജിസ്റ്റർ SI പ്ലസ് ഇവിടെ കിടക്കുന്ന വാല്യൂ 100 ആണ് എങ്കിൽ 100. അപ്പോൾ ഇതാണ് ഇൻഡെക്സ് രജിസ്റ്റർ, അതായത് ഇൻഡെക്സ് രജിസ്റ്റർ പ്ലസ് 100 അതാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതാണ് ഇതിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റീവ് അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ AX എന്ന് പറയുന്നതിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വരുന്നതാണ് ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡ്.
നെക്സ്റ്റ് വരുന്നതാണ് ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് രജിസ്റ്ററാണ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് അഡ്രസ് ബൈ ആഡിങ് ദ കണ്ടൻസ് ഓഫ് ബേസ് രജിസ്റ്റർ ആൻഡ് അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ അല്ലേ. അതായത് ഓപ്പറൻറ്റിനെ ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ബേസ് രജിസ്റ്ററിലെ കണ്ടൻറ്റും അതുപോലെ തന്നെ അഡ്രസ് ഫീൽഡിലെ ഇൻസ്ട്രക്ഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടും. ആ എഫക്റ്റീവ് അഡ്രസ്സ് വെച്ച് നമുക്ക് അവിടുത്തെ നമ്മുടെ ഓപ്പറൻറ്റിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ബേസ് രജിസ്റ്റർ. അപ്പോൾ മൂന്നെണ്ണം ഒരുപോലെയുള്ളത് ഏതൊക്കെയായിരുന്നു? റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്, ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ബേസ് രജിസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് BI എന്നുള്ള രീതിയിൽ BX പ്ലസ് അഡ്രസ് ഫീൽഡ് ആഡ് ചെയ്ത് അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ മെമ്മറിയിലേക്ക് പോയി ആ എഫക്റ്റീവ് അഡ്രസ്സിൽ വരുന്ന വാല്യൂ വെച്ച് നമുക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ എന്താണോ ഇൻസ്ട്രക്ഷൻ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഓട്ടോ ഇൻക്രിമെൻറ്റ് മീൻസ് ആഫ്റ്റർ ആക്സസിങ് ദ ഓപ്പറൻറ്റ് ദ കണ്ടൻറ്റ് ഓഫ് ദ രജിസ്റ്റർ ഈസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റഡ് ബൈ സ്റ്റെപ്പ് സൈസ് S. This step size S depends on the size of the operand accessed. Only one reference to memory is required to fetch the operand. So first the operand value is fetched, then the instruction register value is incremented by step size S. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു വാല്യൂ ഫെച്ച് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മുടെ അഡ്രസ്സിന് വരുന്നത് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ബൈറ്റ് ആണെങ്കിൽ ആ 2 ബൈറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളിത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് സൈസ് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റെപ്പ് സൈസ് വെച്ച് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഫെച്ച് ചെയ്യുക, ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യുക. വി ക്യാൻ യൂസ് ദിസ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ലൂപ്സ് ഓർ സ്റ്റെപ്പിംഗ് ത്രൂ അറേസ് ഇൻ എ ലൂപ്പ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലൂപ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അറേസിൽ നമുക്കത് ആ ഒരു രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഓട്ടോ ഇൻക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത് കണ്ടൻസ് ഓഫ് ദ രജിസ്റ്റർ തന്നെയാണ്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വിദ്യാലയം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറൻറ്റും ഒരു 6 ഓട്ടോ ഉണ്ട്. അപ്പോൾ ഇവിടെ 6 ഓട്ടോ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ രജിസ്റ്റർ സെറ്റിൽ നമ്മൾ 3300 എന്ന് പറയുന്ന വാല്യൂ ആണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ 3300-ലുള്ളത് 6B ആണ്. അപ്പോൾ 6B നമ്മൾ ഫസ്റ്റ് ഫെച്ച് ചെയ്തു. അതിന് ശേഷം അത് 2 ബൈറ്റ് ആണെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 329833003302 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സൈസ് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്, 3301-ലേക്കല്ല, മറിച്ച് 3302-ലേക്കാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അഡ്രസ്സിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിവിടെ ഓട്ടോ ഇൻക്രിമെൻറ്റിൽ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ മൂവ് R1, R2 പ്ലസ്, അതായത് ഫസ്റ്റ് നമ്മൾ ആ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ പ്ലസ് കൊടുക്കുന്നതെങ്കിൽ നമ്മളത് മീൻ ചെയ്യുന്നത് ആഫ്റ്റർ ആക്സസിങ് ദ ഓപ്പറൻറ്റ് ദ കണ്ടൻസ് ഓഫ് ദ രജിസ്റ്റർ വി ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ടു നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ ആക്സസ് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ ഫെച്ച് ചെയ്യുന്നു, അതിന് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നടക്കുക, ആദ്യം R1 വാല്യൂ എന്ത് ചെയ്യുന്നു, R1 ഈസ് ഈക്വൽ ടു R1 പ്ലസ് മെമ്മറി ലൊക്കേഷൻ, അതായത് R2-ൽ വരുന്നത് മെമ്മറി ലൊക്കേഷൻ ഓഫ് R2-ൽ വരുന്ന വാല്യൂ നമ്മൾ R1-ലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ഫെച്ച് ചെയ്തു, അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, R2-ൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. R2 ഈസ് ഈക്വൽ ടു R2 പ്ലസ് S ആണ്, അല്ലെങ്കിൽ DD, ഏത് രീതിയിൽ നമ്മൾ D ആണ് കൊടുക്കാം. അപ്പം D എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ വരുന്നത്, അതായത് ഫസ്റ്റ് ഫെച്ച് ചെയ്ത് ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള വരുന്നതാണ് ഏത്, ഓട്ടോ ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദിസ് അഡ്രസ്സിംഗ് മോഡ് ഈസ് അഗെയിൻ എ സ്പെഷ്യൽ കേസ് ഓഫ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഹിയർ ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ മൈനസ് സ്റ്റെപ്പ് സൈസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ദ കണ്ടൻസ് ഓഫ് ദ രജിസ്റ്റർ ഇസ് ഡിക്രിമെൻറ്റഡ് ബൈ സ്റ്റെപ്പ് സൈസ് S.
അപ്പോൾ ഫസ്റ്റ് ഡിക്രിമെൻറ്റ് ചെയ്യുന്നു, സ്റ്റെപ്പ് സൈസ് എസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദ ഓപ്പറൻറ്റ് ആക്സസ്. ദെൻ ആഫ്റ്റർ ഡിക്രിമെൻറ്റിംഗ് ദ ഓപ്പറൻറ്റ് ഈസ് റീഡ്. ഓൺലി വൺ റെഫറൻസ് ടു മെമ്മറി ഈസ് റിക്വയർഡ് ടു ഫെച്ച് ദി ഓപ്പറൻറ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിക്രിമെൻറ്റ് ചെയ്യുക, അതിനുശേഷം ഫെച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ഓൾസോ ഫ്രം ഗേറ്റ് വിദ്യാലയം. അപ്പോൾ ഓപ്പ് കോഡ് ആർ ഓട്ടോ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ രജിസ്റ്റർ സെറ്റിൽ 3302 ആണുള്ളത്. അപ്പോൾ 3302 നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. അതായത് 3300ലേക്ക് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്തു. ദെൻ അവിടുത്തെ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ കൊടുത്തതുപോലെ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വരുന്നു. ഇപ്പോൾ ആഡ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷനാണ് വരുന്നതെന്ന് വിചാരിച്ചാൽ ആഡ് R1, minus of R2. Okay, so here the effective address of operand is the contents of a register specified in the instruction. Before accessing the operand, the contents automatically decrement to the previous consecutive memory location. So first we will decrement, then we will access. സോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈക്വലൻ്റായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്തു, അതായത് R2 ഈസ് ഈക്വൽ ടു R2 മൈനസ് എസ് കൊടുത്തു. ദെൻ R1 എന്ന് പറയുന്നത് എന്തായി, R1 ആഡാണ്. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു R1 പ്ലസ് മെമ്മറി ലൊക്കേഷൻ ഓഫ് R2. R2ൽ ഇപ്പോൾ എന്താണുള്ളത് അതിലായിട്ട് കണ്ടൻറ്റ് നമ്മൾ R1 ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂവ് ആണെങ്കിൽ സിമിലർ ഓപ്പറേഷൻ വി ക്യാൻ പെർഫോം. ഓക്കെ, അതാണ് ഓട്ടോ ഡിക്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്രസ്സിങ് മോഡിൽ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഓപ്പറൻസിന് നമ്മൾ ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പഠിച്ചത്. അതായത് ഒന്നൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ സീറോ അഡ്രസ്സിങ് മോഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇംപ്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട്. ദെൻ ഒരു സിംഗിൾ ഡയറക്റ്റ് വാല്യൂ നമുക്ക് കൊടുക്കാം അഡ്രസ് ഫീൽഡിലേക്ക്. മൂന്നാമത് അഡ്രസ് ഫീൽഡിൽ എഫക്റ്റീവ് അഡ്രസ്സ് കൊടുക്കാം. നാലാമത്തത് എഫക്റ്റീവ് അഡ്രസ്സിൻ്റെ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് രജിസ്റ്ററിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് രജിസ്റ്റർ ഡയറക്റ്റ് ആൻഡ് രജിസ്റ്റർ ഇൻഡയറക്റ്റ്. അതായത് നമുക്ക് രജിസ്റ്റർ സെറ്റിലേക്ക് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റർ സെറ്റിലേക്ക് നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സിൻ്റെ അഡ്രസ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ബേസ് രജിസ്റ്റർ വരുന്നതുണ്ട്. അതുപോലെ റിലേറ്റീവ് അഡ്രസ്സിൽ വരുന്ന പ്രോഗ്രാം കൗണ്ടറാണ്. അതായത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ പ്ലസ് എഫക്റ്റീവ് അഡ്രസ്സ് എന്ന അഡ്രസ് ഫീൽഡിലുള്ള വാല്യൂ, അതിൻ്റെ രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന അഡ്രസ് ലൊക്കേഷനിലായിരിക്കും നമ്മൾ ഓപ്പറൻറ്റ് ഇരിക്കുന്നത്. ബേസ് രജിസ്റ്ററിലാണ് ബേസ് രജിസ്റ്ററിൻ്റെ വാല്യൂ പ്ലസ് അഡ്രസ് ഫീൽഡിലുള്ള വാല്യൂ ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. ദെൻ ഇൻഡെക്സ് ആണെങ്കിൽ ഇൻഡെക്സ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ആ കേസ് ദെൻ ഓട്ടോ ഇൻക്രിമെൻറ്റ് ഓട്ടോ ഡിക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്, അത് നമ്മളെ ഫോർ ലൂപ്പൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഓട്ടോ ഇൻക്രിമെൻറ്റ് ഓട്ടോ ഇൻക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഫെച്ച് ചെയ്യുന്നു, ദെൻ ഇൻക്രിമെൻറ്റ് ടു ദ കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ. ഇനി ഡിക്രിമെൻ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിക്രിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ദെൻ വി വിൽ പെർഫോം ദി ആക്ഷൻ. ഓക്കെ, എന്താണ് ചെയ്യാനുള്ളത്, ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് നമ്മൾ ഡിക്രിമെൻ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഒരു 11 അഡ്രസ്സിങ് മോഡ്സാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. Thank you.